നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ ബജറ്റ്. കാര്യമായ പ്രഖ്യാപനങ്ങളോ നികുതി നിർദ്ദേശങ്ങളോ ഇല്ലാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് 2047 വികസിത ഭാരതം എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ആദായ നികുതി ഘടനയിൽ ഒരു മാറ്റവും ബജറ്റിൽ വരുത്തിയിട്ടില്ല. പുതിയ നികുതി നിർദ്ദേശമെന്നും ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് 58 മിനിറ്റിൽ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചു. ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും മന്ത്രി പ്രകടിപ്പിച്ചു. Honorable Speaker, I present the interim budget for 24-25. ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കാൻ കേവലം 58 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന് വേണ്ടി വന്നത്. ഗവൺമെന്റിന്റെ മൂലധന ചെലവ് GDP-യുടെ 3.4% 11.1 ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മൊത്തം 14.1 ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും. ഈ വർഷം ധനക്കമ്മി GDP-യുടെ 5.9 ലക്ഷ്യമിട്ടതെങ്കിൽ 5.8 പിടിച്ചു നിർത്തി. ഇത് അടുത്ത വർഷം 5.1 2025-26 4.5 കുറയും. 2047 വികസിത ഭാരതമാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ രാജ്യത്തില്ലെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. The worries about food have been eliminated through free ration for 80 crore people. Minimum support prices for the produce of Annadata are periodically increased appropriately. These and the provision of basic necessities have enhanced real income in the rural areas. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ അനുവദിക്കും. വീടുകളിലെ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എല്ലാ ആശാപ്രവർത്തകർക്കും എല്ലാ അംഗൻവാടി ജീവനക്കാർക്കും അർഹത. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ സ്ഥാപിക്കും. MSMEകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ വിപണി പിടിക്കാനും പുതിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ. ക്ഷീരകർഷകർക്ക് ക്ഷേമ പദ്ധതി, മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും. ഇങ്ങനെ നീളുന്നു ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഈ സർക്കാരിനുള്ളത് ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ആ കാര്യം എത്ര ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നതാകും ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയ വിജയം. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുന്ന BJP-യുടെ നയം കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിലും പ്രതിഫലിച്ചു. പുതിയ പദ്ധതികൾ ഇല്ലെങ്കിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എണ്ണി പറയാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറന്നില്ല. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്ത്രീക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു. 10 വർഷത്തിനിടെ 30 കോടി സ്ത്രീകൾക്ക് മുദ്രാ യോജന വായ്പകൾ അനുവദിച്ചു. നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് നിർമ്മല സീതാരാമൻ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം. മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമന്വയത്തിനായി സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായി ഗർഭാശയ ക്യാൻസർ വാക്സിനുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. Cervical cancer vaccination. Our government will encourage vaccination for girls in the age group of 9 to 14 years for prevention of cervical cancer. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തിയെന്ന് അവകാശപ്പെട്ട നിർമ്മല സീതാരാമൻ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. A comprehensive program for supporting dairy farmers will be formulated. Efforts are already on to control foot and mouth disease. India is the world's largest milk producer, but with low productivity of milch animals. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര കർഷകരും ചെറുകിട കർഷകരും ഉൾപ്പെടെ 11.8 കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും
പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുവെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്ത്രീകളും കർഷകരും ചേർന്നാൽ രാജ്യത്തെ വോട്ടർമാരുടെ 50% മുകളിൽ വരും. ഇത് മനസ്സിൽ കണ്ട് തന്നെ ഇരുവിഭാഗത്തിന്റെയും വോട്ട് ഉറപ്പാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ടൈം ന്യൂസിലേക്ക് വീണ്ടും. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2744 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേരളം നിലവിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിപാതയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി കള്ളം പറയുകയാണെന്ന് സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. അങ്കമാലി മുതൽ അഴുത വരെയുള്ള ശബരിപാതയ്ക്ക് 100 കോടി രൂപ മാറ്റിവെച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ, പാലം നിർമ്മാണം, ട്രാക്ക് നിർമ്മാണം എന്നിവ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാമെന്നും പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാമെന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം ഇപ്പോൾ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. കേന്ദ്രത്തിന് കേരളത്തോട് രാഷ്ട്രീയ വിവേചനം ഇല്ലെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 100% വൈദ്യുതീകരണം നടപ്പാക്കി. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് UPA കാലത്തുള്ളതിനേക്കാൾ 7 മടങ്ങ് അധിക വിഹിതം ഇപ്പോൾ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി. സിൽവർ ലൈന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ച വാദങ്ങൾ സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ തള്ളി. പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ, കാഞ്ഞങ്ങാട് റെയിൽവേ ലൈൻ, മൈസൂർ റെയിൽവേ ലൈൻ, നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ലൈൻ, ഇതിനൊക്കെ തന്നെ കേരളം തന്നെയല്ലേ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇലക്ഷൻ വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പച്ചക്കള്ളം പറയുന്നത് റെയിൽവേ വകുപ്പ് വന്ന് നിർത്തണം. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസമാണ്. എന്നാൽ എയിംസ് അടക്കം നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. ഇടക്കാല ബജറ്റായതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് BJPയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ആരോപിച്ചു. റബ്ബർ ഇറക്കുമതി ചുങ്കം ഉയർത്തിയില്ല എന്നും നെൽകൃഷിക്കും കേരകൃഷിക്കും പരിഗണന ലഭിച്ചില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കടക്കെണിയിലായ കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് പോലും സാധാരണക്കാരെ പരിഗണിച്ചില്ല. വിലക്കയറ്റത്തിന് ഇടവരുത്തുന്നതാണ് ഇടക്കാല ബജറ്റിലെ നിർദ്ദേശങ്ങൾ. കേരളത്തോടും സാധാരണ ജനങ്ങളോടും BJP സർക്കാരിന് പ്രത്യേക സമീപനമാണെന്നും ആരോപണം. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിൽ വർധനവൊന്നുമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 8,000-ഓളം കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റാണല്ലോ വിഴിഞ്ഞം. അതിനകത്ത് മഹാഭൂരിപക്ഷം പണവും സംസ്ഥാനം പലതരത്തിൽ മുടക്കേണ്ടതുമാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന് റിട്ടേൺ കിട്ടുന്നതല്ല. പക്ഷേ അത് പൊതുവിലുണ്ടാകുന്ന ഡെവലപ്മെൻ്റാണ് നമ്മുടെ റിട്ടേൺ. അതിനൊക്കെ ഈ താമസം വരും. പക്ഷേ നമുക്കത് നന്നായിട്ട് നമ്മളെല്ലാം ചേർന്ന് നടത്താൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വൻകിട മുതലാളിമാർക്ക് പരിഗണന നൽകുന്ന ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന തുടരുന്നുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റപ്പെടുത്തി. വരുന്ന ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം സാമാന്യ മര്യാദയുടെ ലംഘനമെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് 2025 ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസരത്തിൽ ഭരണഘടനാപരമായി ലഭിച്ച ഒരു അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അതൊരു സാമാന്യ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കിണിയിൽ മുങ്ങിയ കേരളത്തിന് ആശ്വാസകരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത്. കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു, കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്. ബജറ്റ് നിരാശാജനകമെന്ന് ആന്റണിയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്റെ തനിപ്പകർപ്പാണ് ബജറ്റെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം. സാധാരണക്കാരെ തീർത്തും അവഗണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണനമാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതെന്നും വിമർശനം.
ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ബജറ്റിൽ വോട്ടാകർഷിക്കാനുള്ള ജനപ്രിയ പദ്ധതികൾ ഏറെ ഉണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ 58 മിനിറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം പൂർത്തിയാക്കി. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ ധനമന്ത്രിയെ വാഗ്ദാനങ്ങളിൽ എത്രയെണ്ണം നിറവേറ്റിയെന്ന് പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വെല്ലുവിളിച്ചു. पिछले 10 साल में सरकार ने जितने वायदे किए थे उसका ब्यौरा उन्होंने नहीं दिया. उसमें कितने पूरे हो गए और कितने बाकी है और बजट में उन वायदों का क्यों नहीं जिक्र किया. ഭരണപരമായ കടമ നിർവഹിക്കൽ എന്നതിനപ്പുറം ബജറ്റിൽ ഒന്നുമില്ലെന്ന കാർത്തി ചിദംബരം. This is a mere administrative exercise to ensure that the government of India has the requisite funds to carry on its normal business until the new parliament is constituted and a new government is formed. And that's what they have done, except for making their obligatory self-congratulatory, self-praise phrases. There nothing else is there. ഒരു ദശാബ്ദത്തെ ജനവിരുദ്ധ ബജറ്റുകളുടെ നാണംകെട്ട റെക്കോർഡാണ് BJP സൃഷ്ടിച്ചതെന്ന് SP നേതാവ് അഖിലേഷ് യാദവ്. കോർപ്പറേറ്റ് സ്നേഹം, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചത്, കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില എന്നീ വിഷയങ്ങൾ ആയുധമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രചരണം നടത്താനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ധനക്കമ്മി ആശങ്കാജനകമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും ബജറ്റ് നിരാശാജനകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ധനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ദൈർഘ്യം പോലെ തന്നെ ബജറ്റിൽ അനുവദിച്ച തുകകളും കുറഞ്ഞുപോയെന്ന വിമർശനവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. കേന്ദ്ര ധനമന്ത്രി 58 മിനിറ്റിൽ ചുരുക്കിയ ബജറ്റ് അവതരണത്തിൽ ജനപ്രിയ പ്രഖ്യാപനേക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ അവകാശവാദങ്ങളാണ് ഇടം പിടിച്ചത്. ജാതി സെൻസസ് എന്ന പ്രതിപക്ഷ പ്രചാരണത്തെ നിർവീര്യമാക്കാനുള്ള നീക്കവും അതിലുണ്ടായിരുന്നു. മുത്തലാഖ് നിരോധനം സാമൂഹ്യക്ഷേമത്തിനുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലായി നിർമ്മലാ സീതാരാമൻ ഉയർത്തിക്കാട്ടി. ജാതി സെൻസസ് ആവശ്യത്തെ രാഷ്ട്രീയമായി എതിർത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരം: बीजेपी के नेतृत्व वाली एनडीए सरकार के लिए 4 जातियां सर्वोपरि है. जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നയം ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ വിശദീകരിച്ചു. We need to focus on 4 major castes. They are Garib, Mahilayein, Yuva and Annadata. ജാതി സെൻസസ് ആവശ്യത്തെ ശക്തമായി എതിർക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ നയമാണ്. ബഡ്ജറ്റിൽ രാജ്യത്ത് ഉന്നതി നേടേണ്ട 4 വിഭാഗങ്ങൾ വിശദീകരിച്ച് ധനമന്ത്രി ഇതിന് പിൻബലം നൽകി. മുത്തലാഖ് സംബന്ധിച്ച ബഡ്ജറ്റ് നിലപാട് ന്യൂനപക്ഷ സ്ത്രീ സമൂഹത്തെ രാഷ്ട്രീയമായി ലക്ഷ്യമിടുന്നതാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും സാധ്യമായ എല്ലാ വിഭാഗത്തെയും ഒപ്പം നിർത്തുക എന്നതാണ് BJP തന്ത്രം. ഇടക്കാല ബഡ്ജറ്റ് 58 മിനിറ്റിൽ ഒതുങ്ങിയതും BJPയുടെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ചാണ്. വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രഖ്യാപിക്കുക വഴി പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനാകുമെന്ന് BJP കരുതുന്നു. ഇടക്കാല ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എത്തുന്ന മന്ത്രിസഭയിലെ ധനമന്ത്രിക്ക് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ഇതൊരുക്കുന്നു. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. മറ്റു വാർത്തകൾ നോക്കാം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. വിചാരണ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്ന് വിമർശനം. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ 1 ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട്, വാതിൽ തുറന്നിടക്കുകയായിരുന്നു. ഈ പ്രതിയെ കൃത്യമായ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അവൻ തന്നെയാണ് ഈ ജനൽ അടച്ചെന്നുള്ള കൃത്യമായ വിവരം കിട്ടുമായിരുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട്, ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത്.
അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. കട്ടപ്പന പോക്സോ കോടതി വിമർശിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് എറണാകുളം റൂറൽ ASPയെ ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഭരണപ്രതിസന്ധി തുടരുന്ന ജാർഖണ്ഡിൽ നാടകീയ നീക്കങ്ങൾ. JMMന്റെയും കോൺഗ്രസിന്റെയും MLAമാരെ റിസോർട്ടിലേക്ക് മാറ്റും. പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറനെ നിയമിക്കുന്നതിൽ ഗവർണറുടെ തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറനെ റാഞ്ചിയിലെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നാലെ BJP ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഗവർണർ CP രാധാകൃഷ്ണൻ ഇതിന് കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് JMM ആരോപിക്കുന്നത്. ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെ തന്നെ JMM MLAമാർ യോഗം ചേർന്ന് മുതിർന്ന നേതാവായ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഗവർണർ ഇതിന് ഇനിയും അനുമതി നൽകിയിട്ടില്ല. ചമ്പൈ സോറൻ ഗവർണർ CP രാധാകൃഷ്ണനെ കണ്ട് MLAമാരുടെ പിന്തുണ അവകാശപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് MLAമാരെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം റദ്ദാക്കിയത് തിരിച്ചടിയായി. MLAമാർ ഇന്ന് റാഞ്ചിയിൽ തുടരും. ഖനന അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറനെ ഒരു ദിവസത്തേക്കാണ് റാഞ്ചിയിലെ പ്രത്യേക കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ED നടപടിക്കെതിരെ ഹേമന്ത് സോറൻ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. 24 ഡൽഹി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ SFIO അന്വേഷണത്തിൽ പ്രതിരോധം തീർത്ത് CPIM. അന്വേഷണം കോടതി വിധിക്കെതിരാണെന്ന വാദവുമായി കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. തമാശ അവസാനിപ്പിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം SFIO ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തെ രാഷ്ട്രീയ ആയുധമെന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ CPIMന് കഴിയില്ല. കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് SFIO ഏറ്റെടുത്തതിലെ പ്രധാന കാരണം. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കോടതിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുകയെന്ന ചോദ്യവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു 6 അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുക? എന്നാൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. SFIO അന്വേഷണം കേന്ദ്രവേട്ട എന്നത് കണ്ണൂരിലെ സഖാക്കൾ പോലും വിശ്വസിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ CPMകാർ പോലും ഇനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു SFIOയുടെ അന്വേഷണം. ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJPയിലെത്തിയ അതേ ദിവസമാണ് SFIO അന്വേഷണം ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയം. രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ പ്രതികരണം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിൽ വരും. 24 തിരുവനന്തപുരം. ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതി ഉത്തരവിനെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ച മുസ്ലിം വിഭാഗം. അടിയന്തരവാദം കേൾക്കണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഞ്ജുമാൻ ഇൻതെസാമിയ മസ്ജിദ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ജില്ലാ കോടതി ഉത്തരവിനെ തുടർന്ന് പള്ളിയിൽ ഹിന്ദു വിഭാഗം ആരാധന നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ നടപടി. ആലത്തൂരിൽ അഭിഭാഷകനെ SI അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. 1965 മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കിയെന്നും ഇതിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്താണ് മനസ്സിലാക്കിയതെന്നും കോടതി ചോദിച്ചു. DGP ഓൺലൈനായി ഹാജരായി. അധികാരമുള്ള ഒരാളോട് SI ഇങ്ങനെ പെരുമാറുമോ എന്ന് കോടതി DGPയോട് ചോദിച്ചു. ഉദ്യോഗസ്ഥർക്ക് പുതിയ മാർഗനിർദ്ദേശം നൽകുമെന്ന് DGP വ്യക്തമാക്കി. ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കും എന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ആരോപണ വിധേയനായ SI കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിച്ചുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. തൃശൂരിൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിനെതിരെ നടപടി. കൺവെൻഷൻ സെന്റർ പരിപാടികൾ നടത്താൻ അനുവദിക്കരുത് എന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പോലീസിനോട് ആവശ്യപ്പെട്ടു. 24 ഇംപാക്ട്.
ഒരേക്കറോളം ഭൂമി നികത്തി 7500 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ഇരുനില കൺവെൻഷൻ സെന്റർ നിർമ്മിച്ച കാര്യം പുറത്തു കൊണ്ടുവന്നത് 24. പഞ്ചായത്ത് ഓഫീസിന് 100 മീറ്റർ അകലെ നടന്ന നിയമലംഘനം അറിയില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. തുടർ വാർത്തകൾക്കൊടുവിലാണ് നടപടിക്ക് തയ്യാറായത്. അനധികൃത കൺവെൻഷൻ സെന്ററിൽ ഒരു തരത്തിലുള്ള പരിപാടിയും അനുവദിക്കില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേരിലുള്ള അറിയിപ്പ്. തഹസിൽദാർക്കും പോലീസിനും അറിയിപ്പ് കൈമാറിയിട്ടുണ്ട്. തണ്ണീർത്തടം നികത്തിയാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതെന്ന് ചേലക്കര പഞ്ചായത്ത് സമ്മതിക്കുന്നു. LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് നിർമ്മാണാനുമതി വാങ്ങാതെ നിലം നികത്തി കൺവെൻഷൻ സെന്റർ കെട്ടിപ്പൊക്കിയത്. ചേലക്കര സ്വദേശികളായ തൈക്കാട്ട് വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഭൂമി. ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലുമില്ലാത്ത കൺവെൻഷൻ സെന്ററിൽ ഇതിനോടകം വിവാഹ ചടങ്ങുകളടക്കം 3 പരിപാടികൾ നടന്നു. 24 തൃശൂർ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കിഫ്ബി കേസിൽ മുൻ മന്ത്രി TM തോമസ് ഐസക്കിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. കേവലം സമൻസ് മാത്രമല്ലേ ലഭിച്ചത് എന്ന് ചോദിച്ച കോടതി എത്രാമത്തെ സമൻസാണ് ഇതെന്നും ആരാഞ്ഞു. ED ഉൾപ്പെടെ എതിർകക്ഷികൾ മറുപടി നൽകാൻ സമയം തേടിയതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റി. പുൽപ്പള്ളി താന്നിത്തെരുവിൽ പശുവിനെ കൊന്ന കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ജനപ്രതിനിധികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൂട് സ്ഥാപിക്കാൻ ഉത്തരവിട്ടത്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ആനയിടഞ്ഞു. 2ാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ വഴുതിമാറി രക്ഷപ്പെട്ടു. ഏറെ നേരത്തിനു ശേഷം 1ാം പാപ്പാനെത്തിയാണ് ആനയെ തളച്ചത്. പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോട് 45 ലക്ഷം രൂപയുമായി പോയ കാർ അജ്ഞാതർ തട്ടിയെടുത്തു. പണം കവർന്ന ശേഷം കാർ ഉപേക്ഷിച്ച സംഘം കടന്നുകളഞ്ഞു. പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കവർച്ചാ സംഘം സഞ്ചരിച്ച കാറിന്റെ ദൃശ്യങ്ങൾ 24-ൽ. വയനാട് വൈത്തിരിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കീഴുദ്യോഗസ്ഥരെ മർദ്ദിച്ച പോലീസ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. വൈത്തിരി SHO ബോബി വർഗീസിനെയാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ PV അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് DYFI. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ VD സതീശൻ കൈക്കൂലി വാങ്ങി എന്നാണ് ആരോപണം. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പിൽ 1ാം പ്രതി അറസ്റ്റിൽ. കമ്പനി CEO ബേപ്പൂർ സ്വദേശി വസീം തൊണ്ടിക്കോടിനെ തിരൂരങ്ങാടി പോലീസാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് 20 കോടിയോളം രൂപയാണ് തട്ടിയത്. വയനാട് മുത്തങ്ങ ബന്ദിപ്പൂർ ദേശീയപാതയിൽ കർണാടകയിലെ അബ്ബുള്ള വളവിൽ കാറിൽ നിന്നിറങ്ങി ദൃശ്യം പകർത്തുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാർ. തലപ്പുഴ കണ്ണോത്തുമ്മല സ്വദേശി സവാദാണ് ഈ ദൃശ്യം പകർത്തിയത്. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് വനപാതയിൽ വാഹനത്തിൽ നിന്നിറങ്ങുന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ദൃശ്യം പുറത്തുവിട്ടതെന്ന് സവാദ് 24-നോട് പറഞ്ഞു. ഖത്തറിൽ നിന്ന് അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു സവാദ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കാഴ്ച കണ്ടത്. ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ നിന്ന് 2 പേർ ഇറങ്ങി ആനകളുടെ ദൃശ്യം പകർത്തുകയായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ഒരു പിടിയാന പൊടുന്നനെ പാഞ്ഞെത്തി. ഓടുന്നതിനിടയിൽ ഒരാൾ നിലത്ത് വീണു. രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഇവര് അവിടുന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങി കണ്ടപ്പോൾ ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ആന വരികയും പിന്നെ ഇവര് ഡ്രൈവർ വണ്ടി എടുത്തു. പക്ഷെ ഈ കൂടെ ഉണ്ടായവർക്ക് വണ്ടിയിൽ കയറാൻ സാധിച്ചില്ല. ആന ഇവരെ ഓടിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ദൈവത്തിനെന്തോ ഭാഗ്യം കരുതാം. അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ജസ്റ്റ് തലനാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. ആന്ധ്രാപ്രദേശ് സ്വദേശികളാണെന്ന് സംശയമുണ്ട്. വനപാതയിൽ ഇറങ്ങി ദൃശ്യങ്ങൾ പകർത്തുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് പലരും ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ വഴി ലഭ്യമാകുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ ശേഷം വനംവകുപ്പ് കേസെടുക്കാറുമുണ്ട്. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ബോധവൽക്കരണം എന്ന നിലയിലാണ് ദൃശ്യം പുറത്തുവിട്ടതെന്ന് സവാദ് വ്യക്തമാക്കി. 24 വയനാട്. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോയുടെ സിലിണ്ടറിന് 15 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 1781.50 രൂപയാണ് പുതുക്കിയ വില. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ നവംബറിലും വാണിജ്യ പാചകവാതക വില വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് 102 രൂപയായിരുന്നു വർധന.
ഇതിന് പിന്നാലെയാണ് പുതിയ വിലവർധന. 19 കിലോയ്ക്ക് 15 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. വാണിജ്യ ഗാർഹിക LPG സിലിണ്ടറുകൾക്കായുള്ള പ്രതിമാസ വിലമാറ്റങ്ങൾ ഓരോ മാസവും ആദ്യമാണ് പ്രഖ്യാപിക്കുന്നത്. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാത സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ഹോട്ടൽ മേഖലയിലുള്ളവരെ വിലവർധനവ് ബാധിക്കും. അവശ്യ സാധനങ്ങളുടെ വിലവർധനയ്ക്ക് പുറമെ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നത് ഹോട്ടൽ വ്യവസായത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ഒക്ടോബറിൽ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 209 രൂപയായിരുന്നു കൂട്ടിയത്. ഇതിനു പിന്നാലെയാണ് നവംബറിലും ഇപ്പോൾ ഫെബ്രുവരിയിലും വർധനയുണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 1 വാണിജ്യ സിലിണ്ടർ വില 160 രൂപ കുറച്ചിരുന്നു. 24 കൊച്ചി. ഇത് 48ാമത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. 7500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഇന്ത്യയുടെ തീരദേശം സംരക്ഷിക്കുക എന്ന കടമയാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. കള്ളക്കടത്ത് തടയാനും കടൽ സമ്പത്ത് സംരക്ഷിക്കാനും അപകടങ്ങളിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുമൊക്കെ കോസ്റ്റ് ഗാർഡ് സദാ സന്നദ്ധമാണ്. അറുപതുകളിൽ ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് കടൽ മാർഗമുള്ള കള്ളക്കടത്ത് ഭീഷണിയായ സമയത്താണ് അതിന് തടയിടുന്നതിനായി ഒരു സേന ആവശ്യമാണെന്ന് നാഗ് ചൗധരി കമ്മിറ്റി കണ്ടെത്തുന്നത്. 1973 കള്ളക്കടത്തിന് തടയിടാനായി ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ നിയമിച്ചെങ്കിലും സൈനികേതരമായ ഒരു സേന ഇതിന് ആവശ്യമാണെന്ന് അന്നത്തെ നാവികസേനാ മേധാവി അഡ്മിറൽ സുരേന്ദ്രനാഥ് കോഹ്ലി സർക്കാരിനെ അറിയിച്ചു. തുടർന്ന് രൂപീകരിച്ച KF റസ്തംജി കമ്മിറ്റിയാണ് 1975 കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത്. ഫെബ്രുവരി 1 2 ഫ്രിഗേറ്റുകളും 5 പെട്രോൾ ബോട്ടുകളുമായാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രവർത്തനം ആരംഭിച്ചത്. 1978 ഓഗസ്റ്റ് 19 പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് തീരസംരക്ഷണ സേനയിൽ 170 പെട്രോൾ കപ്പലുകളും 77 വിമാനങ്ങളും 200ഓളം ഹെലികോപ്റ്ററുകളും 2000-ലധികം ചെറുബോട്ടുകളുമുണ്ട്. കടൽ മാർഗമുള്ള കള്ളക്കടത്ത് തടയൽ, കടൽ സമ്പത്ത് സംരക്ഷിക്കൽ, മത്സ്യത്തൊഴിലാളികളുടെയും നാവികരുടെയും സംരക്ഷണം, അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങി നിരവധി ചുമതലകളാണ് കോസ്റ്റ് ഗാർഡിനുള്ളത്. 580 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള കേരളത്തിന്റെ തീരപ്രദേശത്തും കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം ശക്തമാണ്. റിസർച്ച് ഡെസ്ക് 24. ചില വാർത്തകൾ ചുരുക്കത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടി കോഴിക്കോട് NIT മരവിപ്പിച്ചു. 4ാം വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിന്റെ സസ്പെൻഷനാണ് മരവിപ്പിച്ചത്. സസ്പെൻഷനെതിരെ SFIയും KSUവും പ്രതിഷേധിച്ചിരുന്നു. ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ വിൽക്കാൻ ശ്രമിച്ചതിന് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത 2 പേർ വിലങ്ങുമായി മുങ്ങി. തിരുവനന്തപുരം മണ്ണന്തലയിലാണ് നാടകീയ സംഭവം. മാണിക്കൽ സ്വദേശി അശ്വിൻ, വിളപ്പിൽശാല സ്വദേശി മോഹൻ എന്നിവരാണ് മുങ്ങിയത്. ഇവർക്കായി അന്വേഷണം തുടങ്ങി. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളിൽ 2 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടാകുമെന്ന് BJPയിൽ ചേർന്ന ശേഷം കേരളത്തിലെത്തിയ PC ജോർജ്. BJP നേതൃത്വം ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ എവിടെയും മത്സരിക്കുമെന്നും PC ജോർജ്. കോഴിക്കോട് കൂരാച്ചുണ്ടൽ ഒരു കുടുംബത്തിലെ 5 പേരെ കാണാനില്ലെന്ന പരാതി. മധു ഷെട്ടിയുടെ ഭാര്യയും മക്കളും ബന്ധുക്കളെയുമാണ് കാണാതായത്. കൂരാച്ചുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി. കർണാടക സ്വദേശികളായ കുടുംബം 10 വർഷമായി കൂരാച്ചുണ്ടിലാണ് താമസം. പത്തനംതിട്ട റാന്നി മാടമണിൽ പമ്പാ നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. അടിച്ചിപ്പുഴ സ്വദേശി സാനുവാണ് മരിച്ചത്. ആലപ്പുഴയിൽ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേർ അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
രൺജീത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി VG ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും. സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ് നൈന, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. കേസിൽ SDPI PFI പ്രവർത്തകരായ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ 6 പേർക്കെതിരെയാണ് കലാപാഹനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ജഡ്ജി ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. കായംകുളം ഡിവൈഎസ്പി P. അജയനാഥിനാണ് സുരക്ഷാ ചുമതല. ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിലുണ്ടാകും. 24 ആലപ്പുഴ. നാളെ അറിയാം. കോഴിക്കോട് വടകര, കാവിൽ, തീക്കുനി, കുറ്റ്യാടി റോഡിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രത്തിൽ ഉറുദു വിഭാഗം അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30 ക്യാമ്പസ് ഓഫീസിൽ. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. ബാലുശ്ശേരി സെക്ഷൻ, ഉണ്ണിക്കുളം, ചക്കിട്ടപ്പാറ എന്നീ പരിധികളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. നിയന്ത്രണം രാവിലെ 8 മണി മുതൽ. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.